നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് MG റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്നതിന് ട്രാഫിക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. കുന്നംകുളത്തും കൊടകരയിലും ബൈക്ക് അപകടം. 2 യുവാക്കൾ മരിച്ചു. മരത്തങ്കോട് സ്വദേശി ശ്രീജിത്ത്, മോനോടി സ്വദേശി ഷിൻഡോയ് എന്നിവരാണ് മരിച്ചത്. മോഹിനിയാട്ട നർത്തകിയും കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളുമായ കലാമണ്ഡലം സത്യഭാമ അന്തരിച്ചു. വിട പറഞ്ഞത് മോഹിനിയാട്ടത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ കലാകാരി. സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിദ്യാർത്ഥികളുടെ പഠന നിലവാരമാണ് പ്രധാനമെന്നും കാനം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ സ്കൂൾ തൃശൂരിൽ ആരംഭിക്കുന്നു. ഫുട്ബോൾ വികസനത്തിനായി നടപടി സ്വീകരിക്കണമെന്ന കരാർ വ്യവസ്ഥയനുസരിച്ചാണ് തീരുമാനം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തി. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് ആയിരങ്ങൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് MG റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും ഏറെ നാളത്തെ ആവശ്യത്തെ തുടർന്നാണ് തൃശൂർ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടത്തുന്ന സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് 7 കോടി രൂപ ചെലവാക്കും. ബസ് സ്റ്റാൻഡ് യാർഡ് 1.5 ഇഞ്ച് മെറ്റലിട്ട് ഉയർത്തി കോൺക്രീറ്റ് നടത്തുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. 1 മാസം കൊണ്ടാണ് ആദ്യഘട്ടം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്നതിന് ട്രാഫിക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ മുതൽ 40 ദിവസത്തേക്ക് ചാവക്കാട്, കോഴിക്കോട്, കാഞ്ഞാണി, കുന്നംകുളം എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ ശക്തൻ സ്റ്റാൻഡിന്റെ തെക്കുവശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യേണ്ടതാണെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. തൃശൂർ MG റോഡിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനവും നാളെ ആരംഭിക്കും. നടുവിലാൽ ജംഗ്ഷൻ മുതൽ കോട്ടപ്പുറം പാലം വരെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. നഗരത്തിൽ കൂർക്കഞ്ചേരി, പൂങ്കുന്നം, കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട തുടങ്ങിയ ജംഗ്ഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒല്ലൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മേയറുടെ ചേംബറിൽ നാളെ യോഗം ചേരും. പനങ്കുറ്റിച്ചിറ കുളം മുതൽ ഒല്ലൂർ എസ്റ്റേറ്റ് വരെയുള്ള റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുക. കുന്നംകുളത്ത് സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരത്തങ്കോട് അയ്യപ്പത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ 23 വയസ്സുള്ള ശ്രീജിത്താണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 തൃശൂർ റോഡിലെ കാനറ ബാങ്കിന് സമീപമായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന വലിയ വീട്ടിൽ എന്ന സ്വകാര്യ ബസ് ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശ്രീജിത്തിനെ ആദ്യം കുന്നംകുളം റോയൽ ആശുപത്രിയിലും പിന്നീട് അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിയുടെ ഓഫീസ് സ്റ്റാഫായിരുന്നു ശ്രീജിത്ത്. ദേശീയപാത കൊടകര പോലീസ് സ്റ്റേഷന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മോനോടി കൈതത്തറ ജോസിന്റെ മകൻ 31 വയസ്സുള്ള ഷിൻഡോയ് ആണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 അപകടം. മൃതദേഹം ചാലക്കുടി സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രശസ്ത മോഹിനിയാട്ട കലാകാരിയും കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളുമായ കലാമണ്ഡലം സത്യഭാമ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 2:30 അന്ത്യം. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തി. കല്യാണിക്കുട്ടിയമ്മയ്ക്ക് ശേഷം മോഹിനിയാട്ടത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ കലാകാരിയാണ് സത്യഭാമ. കേരള കലാമണ്ഡലത്തിൽ തന്നെ പഠനം നടത്തിയ സത്യഭാമ കലാമണ്ഡലത്തിന്റെ വൈസ് പ്രിൻസിപ്പാളാകുന്ന ആദ്യ വനിതയെന്ന ബഹുമതിയും കരസ്ഥമാക്കി. പിന്നീട് കേരള കലാമണ്ഡലത്തിന്റെ പ്രിൻസിപ്പാളായ അവർ മോഹിനിയാട്ടത്തിൽ വിവിധ കാലോചിത പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും നടത്തി. ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിവിധ പുരസ്കാരങ്ങളും ബഹുമതികളും സത്യഭാമയെ തേടിയെത്തി. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ നൃത്തനാട്യ പുരസ്കാരം നേടിയ കലാകാരിയാണ് സത്യഭാമ. കൂടാതെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം അവാർഡ്, സ്വാതി തിരുനാൾ പുരസ്കാരം, ഷഡ്കാല ഗോവിന്ദമാരാർ അവാർഡ് എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 2014 രാജ്യം പത്മശ്രീ നൽകി ഈ കലാകാരിയെ ആദരിച്ചു. അന്തരിച്ച കലാമണ്ഡലം പത്മനാഭൻ നായരാണ് സത്യഭാമയുടെ ഭർത്താവ്. PK ബിജു MP, കലാമണ്ഡലം ഗോപിയാശാൻ, കലാമണ്ഡലം ലീലാമ, പെരുവനം കുട്ടന്മാരാർ, ബാലചന്ദ്രൻ വടക്കേടത്ത്, ജോർജസ് പോൾ, കലാമണ്ഡലം ഹൈമാവതി, കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയ്യങ്കാളിയും കേരള നവോത്ഥാനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൊണ്ടല്ല രാജ്യം ശ്രദ്ധ നേടുന്നത്, വിദ്യാർത്ഥികളുടെ പഠന നിലവാരമാണ് പ്രധാനമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ പുതിയ രൂപമാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റി.
പൊതുവിദ്യാഭ്യാസത്തെ സർക്കാർ കൈവിട്ടുവെന്നും കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വിവാദങ്ങൾക്ക് വഴികൊടുക്കാതെ SNDPയെ പേര് പറയാതെ കാനം രാജേന്ദ്രൻ വിമർശിച്ചു. സംവരണം സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നവർ BJPയോട് എതിർപ്പില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സെമിനാറിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, VS സുനിൽകുമാർ MLA, ആലങ്ങോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ സ്കൂൾ തൃശൂരിൽ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി മുൻ രാജ്യാന്തര ഫുട്ബോൾ താരം ടെറി ധീമാന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ഫെസ്റ്റിവൽ നടന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഒരുക്കിയ ഫുട്ബോൾ സ്കൂളിന്റെ തുടർച്ചയായാണ് തൃശൂരിലും സ്കൂൾ തുടങ്ങുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളുകൾ ടീമുകളെ സ്വന്തമാക്കുന്ന ഫ്രാഞ്ചൈസികൾ അതത് പ്രാദേശിക മേഖലകളിലെ ഫുട്ബോൾ വികസനത്തിനായി നടപടി സ്വീകരിക്കണമെന്ന കരാർ വ്യവസ്ഥയനുസരിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തൃശൂരിൽ ഫുട്ബോൾ സ്കൂൾ തുടങ്ങുന്നത്. ഈ മാസം 20-ന് ഫുട്ബോൾ സ്കൂൾ ആരംഭിക്കും. അതേസമയം ഇന്ന് നടന്ന ഫുട്ബോൾ കളരിയിലേക്ക് പുലർച്ചെ മുതലെത്തിയ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധികൃതർ യാതൊരുവിധ സജ്ജീകരണങ്ങളും ഒരുക്കി നൽകാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഓരോ കുട്ടിയിൽ നിന്നും 5000 രൂപ ഫീസ് ഈടാക്കി നടത്തിയ കളരിയിൽ അധികൃതർ കടുത്ത അനാസ്ഥയാണ് കാണിച്ചതെന്ന് രക്ഷകർത്താക്കൾ ആരോപിച്ചു. വൻ ഫീസ് ഈടാക്കി ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഇത്തരം ഫുട്ബോൾ ഫെസ്റ്റിവലിൽ താൽപര്യമുള്ള സാധാരണക്കാരുടെ മികച്ച കഴിവുള്ള കുട്ടികൾക്ക് അവസരം ലഭ്യമാക്കുന്നില്ലെന്ന് ആക്ഷേപവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കുംപുറം 60 വയസ്സുള്ള ഡേവിസ്, ഭാര്യ 56 വയസ്സുള്ള റോസലി എന്നിവരാണ് മരിച്ചത്. റോസലിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും ഡേവിസിനെ നിലത്ത് മരിച്ച നിലയിലുമാണ് കണ്ടത്. ഇന്നുച്ചയ്ക്ക് 1:30യോടെയാണ് വിവരം നാട്ടുകാർ അറിഞ്ഞത്. ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷമേ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ. റൂറൽ SP കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം നടന്ന ദിവ്യബലിക്കിടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻ മാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കത്തോലിക്ക ബാവ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ തീരുമാനം അറിയിച്ചു. തുടർന്ന് പള്ളിയെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തിയുള്ള ചരിത്രപരമായ പ്രഖ്യാപനം കത്തോലിക്ക ബാവ നടത്തി. പ്രഖ്യാപനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജി ഷാജി പോൾ ചാലി വിശിഷ്ടാതിഥിയായി. കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. കാട്ടാകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഷാജി, പ്രതിപക്ഷ നേതാവ് TC ചെറിയാൻ, CI സിംജോ തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസാണ് പഴഞ്ഞി ഇടവകയെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തിയത്. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ആഹ്ലാദാരവങ്ങളോടെ ആയിരങ്ങളാണ് പള്ളിയിലെത്തിയത്. കത്തീഡ്രൽ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വിശ്വാസികൾക്കും സദ്യ നൽകി. പള്ളി വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, ട്രസ്റ്റി CI സിജോ എന്നിവർ നേതൃത്വം നൽകി. 16 നൂറ്റാണ്ടുകളുടെ ചരിത്രം സൂക്ഷിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള പഴഞ്ഞി പള്ളി കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർന്നതോടെ വിശ്വാസികൾ ആത്മനിർവൃതിയിലായി. 1685 കാലം ചെയ്ത പരിശുദ്ധ എൽദോ ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച പഴഞ്ഞിപ്പള്ളി ആഗോള തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. 1815 പുലിക്കോട്ടിൽ ഒന്നാമന്റെയും 1978 5 മെത്രാപ്പൊലീത്തമാരുടെയും മേൽപ്പെട്ട സ്ഥാനാരോഹണത്തിന് വേദിയൊരുങ്ങിയതും ഇവിടെയായിരുന്നു. പരിമല തിരുമേനി ഊർശലേം യാത്രയ്ക്ക് മുൻപും പിൻപും ഈ പള്ളിയിൽ സന്ദർശനം നടത്തിയിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുലിക്കോട്ടിൽ 2ാമൻ കശീശ സ്ഥാനമേറ്റ് ആദ്യ ചുമതലക്കാരനായതും ഇവിടെയായിരുന്നു. മലങ്കര സഭയുടെ പ്രഥമ സൺഡേ സ്കൂൾ ആരംഭിച്ചതും സഭയുടെ നിലവിലെ പരമാധ്യക്ഷൻ മൊറാൻ മാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാത്തോലിക്ക ബാവ വിശുദ്ധ മാമോദീസ സ്വീകരിച്ചതും ഈ ദേവാലയത്തിൽ നിന്നായിരുന്നു. പ്രഭാത നമസ്കാരത്തിന് ശേഷം നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടയിലായിരുന്നു പ്രഖ്യാപന ചടങ്ങുകൾ. TCV കുന്നംകുളം. തൃശൂർ നഗരത്തിലെ ATM കവർച്ച കേസിൽ അറസ്റ്റിലായ 7 പ്രതികളെ റിമാൻഡ് ചെയ്തു. ATMൽ നിന്ന് പണം നിറയ്ക്കുന്നതിന് കരാറെടുത്ത ബ്രിക്സ് ഇന്ത്യ ഏജൻസിയിലെ ജീവനക്കാരനായ നെന്മണി സ്വദേശി നിഖിൽ രാജ്, സുഹൃത്തുക്കളായ ഊരകം സ്വദേശി രാഹുൽ, ചൊവ്വൂർ സ്വദേശി അജയ് കുമാർ, ചേർപ്പ് സ്വദേശി മെജോ, ഊരകം സ്വദേശി സജിത്, പാലക്കൽ സ്വദേശി ബിനോജ്, വെങ്ങണിശ്ശേരി സ്വദേശി സുർജിത്ത് എന്നിവരെയാണ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. വെളിയന്നൂരിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMൽ നിന്ന് 26 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 7 പേരെ ഇന്നലെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ പിടികൂടാനുള്ള ശരത് എന്ന പ്രതിക്ക് വേണ്ടി അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതേസമയം പ്രതികൾ താമസിച്ച ഹോട്ടലിലെ കട്ടിലിന്റെ അടിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൂടി പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം പ്രതികളിൽ നിന്ന് 15 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി നിഖിൽ രാജിനെയും മറ്റു 2 പ്രതികളെയും കൂടുതൽ അന്വേഷണത്തിനായി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തൃശൂർ ഈസ്റ്റ് CI KK സജീവൻ അറിയിച്ചു. കോൺഗ്രസ് നേതാവും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ 49 വയസ്സുള്ള PV വിശ്വനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി.
കുട്ടഞ്ചേരിയിലെ വീടിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10-ന് വീട്ടിൽ നിന്നിറങ്ങിയ വിശ്വനാഥനെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന് സമീപത്തു നിന്ന് വിഷത്തിന്റെ ഒഴിഞ്ഞ പാക്കറ്റുകൾ കണ്ടെടുത്തിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നാളെ രാവിലെ 10-ന് ചെറുതുരുത്തി ശ്മശാനത്തിൽ സംസ്കാരം നടത്തും. ഉടുക്കുപാട്ട് കലാകാരൻ കൂടിയാണ് വിശ്വനാഥൻ. ക്രഷർ ക്വാറി പണിമുടക്ക് നാളെ ആരംഭിക്കും. കരിങ്കൽ ലഭ്യതയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഓൾ കേരള ക്രഷർ കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ഇനി കാണാം കാഴ്ചവട്ടം. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ പഠന നിലവാരത്തിൽ ഏറെ പിന്നിലാണെന്ന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ കച്ചവടക്കാർക്കുള്ള ശക്തമായ താക്കീതാണ്. സ്കൂളുകളെ ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള വേദിയാക്കുകയും അധ്യാപക വൃത്തിയെ മുഴുത്ത ശമ്പളക്കണ്ണോടെ മാത്രം നോക്കിക്കാണുകയും ചെയ്തതിനാൽ പിന്നോട്ടടിച്ച സ്കൂൾ നിലവാരത്തിന്റെ പരിതാപകരമായ കാഴ്ചകളിലേക്ക്. ഏത് കൊലകൊമ്പനും മാഷെ കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. കാരണം ഗുരു കാണപ്പെടുന്ന ദൈവമാണ്. അതായിരുന്നു നമ്മുടെ പാരമ്പര്യം. ഇന്ന് മാഷന്മാർ വിരളം. എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിൽ ടീച്ചർമാരേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ അച്ഛനെയാണ് കുട്ടികൾക്ക് അല്പം പേടി. അമ്മ എന്നും തണലാണ്. സ്കൂളിലും ഇതുതന്നെയാണ് സ്ഥിതി. ടീച്ചർമാർ മാത്രമായാൽ പേടി കുറയും. ടീച്ചർമാരുടെ അത്രയെങ്കിലും എണ്ണം മാഷന്മാരും വേണം. ഇന്നതില്ല. ടീച്ചർമാർക്കാണെങ്കിൽ ടെൻഷൻ പലവിധം. ഇന്ന് അധ്യാപക നിയമനത്തിന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങാം. ശമ്പളം സർക്കാർ കൊടുക്കും. അധ്യാപനം ഒരു കലയാണ്. ഒരു ഡിഗ്രി എടുത്താൽ എല്ലാവർക്കും പഠിപ്പിക്കാനാവില്ല. അതിന് നല്ല വൈഭവം വേണം. ലക്ഷങ്ങളുണ്ടായാൽ ഇന്ന് ആർക്കും ടീച്ചറോ മാഷോ ആകാമെന്ന സ്ഥിതി എത്തിയിരിക്കുന്നു കേരളത്തിൽ. +2 അധ്യാപികയാകാൻ 40 ലക്ഷം വരെ കോഴ കൊടുക്കാൻ ആളുണ്ട്. മാനേജ്മെന്റ് സ്കൂളുകളിൽ 25-30 ലക്ഷം പങ്കിട്ടെടുക്കുന്നു. എന്താ കോള്? ശമ്പളം സർക്കാർ കൊടുക്കും. പഠിപ്പിക്കാനറിയുമോ? ആർക്ക് നോട്ടം? സ്കൂളുകളും ബാച്ചുകളും ഇഷ്ടം പോലെ. 1 കോടി 2 കോടി നല്ല ബിസിനസ്. പേര് വിദ്യാഭ്യാസം. പാഠപുസ്തകം അച്ചടിക്കുന്നിടത്തു വരെ കുറുക്കൻ്റെ കണ്ണ് കോഴക്കൂട്ടില. പരീക്ഷ വേണ്ട, ചോദ്യപേപ്പർ വേണ്ട, പഠിപ്പിക്കണ്ട. എല്ലാവർക്കും ഫുൾ പാസ്. സ്കൂളുകളിലാണെങ്കിൽ പച്ചക്കറി കൃഷി, പിന്നെ ഉപജില്ല, സബ് ജില്ല, മൂത്ത ജില്ല കലോത്സവങ്ങൾ, അതിലുവരെ കോഴ. പിന്നെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, സമരങ്ങൾ, അധ്യാപക യൂണിയൻ സിന്ദാബാദ്. അപ്പോഴേക്കും വെക്കേഷനായി. ഒടുവിലാണ് നിലവാരം നോക്കിയത്. അക്ഷരമറിയാത്ത 4ാം ക്ലാസ്സുകാരൻ വരെ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയിലെ വിദഗ്ധർ നടത്തിയ സാമ്പിൾ സർവേയിൽ. 4ാം ക്ലാസ്സുകാരിൽ ഏതാണ്ട് പകുതിയോളം പേർക്ക് മലയാളത്തിൽ എഴുതാനുള്ള പാഠമോ ഉത്തരം നൽകാനുള്ള ശേഷിയോ ശേമുഷിയോ ഇല്ലെന്നാണ് കണ്ടെത്തൽ. ലക്ഷങ്ങൾ വാങ്ങുന്നവരും കൊടുക്കുന്നവരും ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. ഈ 4ാം ക്ലാസ്സുകാരനും ജയിക്കും. ഇവനാണ് 10-ലെത്തുന്നത്. അവിടെ ഫുൾ പാസ്സാണ്. മന്ത്രി പത്രസമ്മേളനം നടത്താൻ കാത്തിരിക്കുകയാ. 99.99% വിജയം. എല്ലാവരെയും കൂട്ടത്തോടെ ആട്ടി +2 തൊഴുത്തിലേക്ക് ആക്കണ്ടേ? അവിടെയാണ് കോള്. സ്വന്തം പേരെഴുതാൻ പോലും അറിയാത്തവരുണ്ടത്രേ 4ലും 7ലും. ഇനീഷ്യൽ പോലും പേര് കഴിഞ്ഞെഴുതുന്ന അഭിഭാഷകരും അധ്യാപകരുമുള്ള നാടാണിത്. മലയാളത്തിന്റെ കാര്യം ഇതായാൽ ഇംഗ്ലീഷിന്റെ കാര്യം പറയണോ? ഗ്രാമർ ചവനപ്രാശത്തിലെ നെല്ലിക്കയിലെ അംശം പോലിരിക്കും. മലയാള വ്യാകരണം ആർക്കും അറിയില്ല. ഒരു ബോർഡ് വായിച്ചാൽ അതിലുണ്ടാകും 2 തെറ്റ്. ഗവേഷണ സമിതി 4-7 ക്ലാസ്സുകളിലെ 4800 വിദ്യാർത്ഥികളിലാണ് സർവേ നടത്തിയത്. മുഴുവൻ വിദ്യാർത്ഥികളിലും സർവേ നടത്തിയാൽ എന്താകും സ്ഥിതി? 1ാം ക്ലാസ്സിൽ തന്നെ ഹൃദിസ്ഥമാക്കേണ്ട അക്ഷരങ്ങളും പദാവലിയും മനസ്സിൽ ഉറപ്പിക്കാതെ ക്ലാസ് കയറ്റം. ഈ ഗുരുതരമായ അപജയത്തിൽ ആദ്യ പ്രതിസ്ഥാനത്ത് വിദ്യാർത്ഥികളല്ല, അധ്യാപകർ തന്നെയാണ്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പഠിച്ചില്ലേലും ജയിക്കും. പാഠ്യപദ്ധതിയും ബോധന സമ്പ്രദായവും പരിഷ്കരിക്കണമെന്നാണ് പഠന സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം പഠിച്ചാലേ ജയിക്കൂ എന്ന നിലവരണം. കോഴയും ശമ്പളവും മാത്രം കാക്ക നോക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ ആശാന് പിഴയ്ക്കും. അതാണ് സർവേ ഫലത്തിന്റെ കാതൽ. അനുബന്ധം: ഗവേഷണ കൗൺസിലിന്റെ സർവേ ഫലം ഇങ്ങനെയാണെങ്കിലും ഡയറക്ടറുടെ വിശദീകരണം ഒന്ന് കേൾക്കണം.
കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠന നിലവാരത്തിൽ വളരെ മുന്നിലാണെന്ന് ഡയറക്ടർ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. കൺസ്യൂമർ ഫെഡിന്റെ നിലവാരം തുറന്നപ്പോൾ തച്ചങ്കരിയെ പുകച്ചു ചാടിച്ചു. ബാർക്കോഴ നിലവാരം നാറിയപ്പോൾ ADGP ജേക്കബ് തോമസിനെ ഓടിച്ചു. SCERT ഡയറക്ടർക്കും ഉണ്ടാകില്ലേ ജോലിയിൽ കൊതി? സർവേ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഡയറക്ടറോട് ചോദിക്കരുത്, നിലവാരം പ്രശ്നമാകും. ശുഭം. വട്ടായി പത്താഴക്കുട്ട് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 1 കോടി രൂപ അനുവദിച്ചതായി PK ബിജു MP അറിയിച്ചു. 3 ഗ്രാമപഞ്ചായത്തുകളുടെ സ്വപ്ന പദ്ധതിയായ വട്ടായി പത്താഴക്കുണ്ട് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണത്തിന്റെ അഭാവം കൊണ്ട് ഈ പദ്ധതിക്ക് യാതൊരു തടസ്സവും നേരിടില്ലെന്ന് MP പറഞ്ഞു. ഒരു പദ്ധതി ബഹിഷ്കരിക്കാൻ എളുപ്പമാണെന്നും അത് നടപ്പിലാക്കാനാണ് ബുദ്ധിമുട്ടെന്നും MP അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഒരു പദ്ധതിയുടെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കോൺഗ്രസ് പ്രതിനിധികൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ഈ കുടിവെള്ള പദ്ധതിയിൽ രാഷ്ട്രീയം കലർത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടറിയുമായ AC മൊയ്തീൻ പറഞ്ഞു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനകരമായ ഈ പദ്ധതിക്ക് മുഖം തിരിച്ചു നിൽക്കരുതെന്നും മൊയ്തീൻ പറഞ്ഞു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുളകുന്നത്താവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധന്യ രാജീവ്, MK നകുലൻ, M ഗിരിജാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദൃശ്യ, CPM ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ CV സുനിൽകുമാർ, ചെയർമാൻ KM രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ചൊവ്വാഴ്ച. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കാണ് മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നത്. കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുക്കുന്നവരുടെ പേരുകളിൽ നിന്ന് നറുക്കെട്ടെടുത്താണ് പുതിയ മേൽശാന്തിയെ കണ്ടെത്തുക. തെരഞ്ഞെടുക്കപ്പെട്ട മേൽശാന്തി ഈ മാസം 30-ന് ചുമതലയേൽക്കും. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചലച്ചിത്ര സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ പുലർച്ചെ 2:30 കൊച്ചിക്കടുത്ത് ചമ്പക്കരയിൽ സിദ്ധാർത്ഥ് ഭരതൻ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് താമസസ്ഥലമായ തൃപ്പൂണിത്തറ പേട്ടയിലെ ഫ്ളാറ്റിലേക്ക് തനിയെ വാഹനമോടിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സിദ്ധാർത്ഥിനെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സിദ്ധാർത്ഥ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. മസ്തിഷ്കത്തിൽ രക്തസ്രാവമുള്ളതിനാൽ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കോർപ്പറേഷൻ മേയർ രാജൻ ജെ സമ്മാനിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് CJ റാഫേൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പൂളി മഞ്ഞില, പ്രോഗ്രാം കൺവീനർ ജോയ് മഞ്ഞില, കോർപ്പറേഷൻ കൌൺസിലർമാരായ ബൈജു വർഗീസ്, ലിനി ഹാപ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൃശൂർ നഗരത്തിൽ വരുത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് മേയർക്ക് അവാർഡ് സമ്മാനിച്ചത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട മോഷണക്കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം സ്വദേശി മനോജ് കുമാറിനെയാണ് CITS സിനോജ്, SI MJ ജിജോ എന്നിവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി പട്രോളിംഗിനിടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത്. കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. തൃശൂർ ആർട്സ് സൊസൈറ്റിയുടെ നാടകോത്സവം തുടരുന്നു. തൃശൂർ ടൗൺഹാളിൽ നടക്കുന്ന നാടകോത്സവത്തിന്റെ 8ാം ദിനമായ ഇന്ന് ചങ്ങനാശ്ശേരി അണിയറ അവതരിപ്പിച്ച ആകാശത്തിൽ തനിയെ എന്ന നാടകം അരങ്ങേറി. തിരുവനന്തപുരം സദസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന അഭയാർത്ഥികൾ എന്ന നാടകം നാളെ വൈകിട്ട് അരങ്ങേറും. ജോസ് ആലൂക്കാസ് ഏർപ്പെടുത്തിയ എവറോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള നാടക മത്സരം ഈ മാസം 22-ന് സമാപിക്കും. പുതുക്കാട് സെന്ററിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശി മംഗലവാടി വിപിൻദാസ്, ഭാര്യ മീനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാത്രി 8:30യോടെയായിരുന്നു അപകടം. പുതുക്കാട് സെന്ററിലെ സിഗ്നൽ തെറ്റിച്ച് ദേശീയപാത മുറിച്ചുകടന്ന ഓട്ടോറിക്ഷ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം അപകടം നേരിൽ കണ്ട സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൻ ഉടൻ പുതുക്കാട് പോലീസിൽ വിവരം അറിയിച്ചുവെങ്കിലും അരമണിക്കൂറിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. തുടർന്ന് ദേശീയപാതയിൽ തടിച്ചുകൂടിയ നാട്ടുകാർ സിഗ്നൽ തെറ്റിച്ചുവന്ന വാഹനങ്ങൾ തടയുകയും ചിലർ വാഹനയാത്രക്കാരെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് സംഘർഷത്തിനിടയാക്കി. പിന്നീട് പുതുക്കാട് CI N മുരളീധരന്റെയും SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതിനു ശേഷമാണ് കമ്മീഷണർ സ്ഥലത്തുനിന്ന് മടങ്ങിയത്.
തൃശൂർ ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രലിലെ തിരുനാൾ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മഡോണ നഗർ സെന്റ് മേരീസ് മൈനർ സെമിനാരി റെക്ടർ ഫാദർ ജേസൺ കൂനംപ്ലാക്കൽ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജിയോ തരകൻ, ഫാദർ സാജൻ മാനേക്കി, ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ, ജനറൽ കൺവീനർ ജോസ് വാഴപ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവംബർ 14, 15, 16 തീയതികളിലാണ് അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ. കുടുംബ തർക്ക പരിഹാര സഹായ സമിതി തൃശൂരിന്റെ ജില്ലാ സമ്മേളനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. തേറമ്പിൽ രാമകൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നിർധനർക്കുള്ള സൗജന്യ അരിവിതരണവും ആദരണവും ഇതോടൊപ്പം നടന്നു. ഫ്രാൻസിസ് പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജോയ് എം മണ്ണൂർ, പി.എ. അബ്ദുൾ മുത്തലീഫ്, പി.എൻ. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ തൃശൂർ മേഖലാ സമ്മേളനം തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ.എം. ലെനിൻ അധ്യക്ഷനായിരുന്നു. മുൻ ഇന്ത്യൻ താരവും KPA കമാൻഡന്റുമായ യു ഷറഫ് അലി മുഖ്യാതിഥിയായി. KSFE മേഖലാ പ്രസിഡന്റ് KG ശശി, സെക്രട്ടറി M.A. ഉസ്മാൻ, പ്രജിത്ത്, R. വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. 2014-15 വർഷത്തെ മികച്ച താരങ്ങൾക്കുള്ള അവാർഡ് വിതരണവും ഉണ്ടായിരുന്നു. ചാവക്കാട് ബുദ്ധിമാന്ദ്യമുള്ള പട്ടികജാതി യുവാവിനെ 4-അംഗ സംഘം വിവിധയിടങ്ങളിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇടയാക്കിയതായി പരാതി. വട്ടേക്കാട് ചുള്ളിപ്പാടം സ്വദേശിയായ 22-കാരനെയാണ് പീഡിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ ചാവക്കാട് പോലീസ് കേസെടുത്തു. പ്രതികൾ ഒളിവിലാണെന്നാണ് സൂചന. ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള വികലാംഗ ക്ഷേമ സംഘടന സംസ്ഥാന കമ്മിറ്റി പ്രവർത്തക യോഗം തൃശൂരിൽ നടന്നു. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ നടന്ന ഭിന്നശേഷിയുള്ളവരുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സ്വർണം, വെങ്കല മെഡലുകൾ നേടിയ വിജി രവിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. സംഘടന സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ത്രേസ്യ ഡയസ് ഉപഹാര സമർപ്പണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക, കെ രാമദാസ്, അഡ്വക്കേറ്റ് PR ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിൽ ഭിന്നശേഷിക്കാർക്ക് 3% സീറ്റ് സംവരണം ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് MG റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്നതിന് ട്രാഫിക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. കുന്നംകുളത്തും കൊടകരയിലും ബൈക്ക് അപകടം. 2 യുവാക്കൾ മരിച്ചു. മരത്തങ്കോട് സ്വദേശി ശ്രീജിത്ത്, മോനോടി സ്വദേശി ഷിൻഡോയ് എന്നിവരാണ് മരിച്ചത്. മോഹിനിയാട്ട നർത്തകിയും കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളുമായ കലാമണ്ഡലം സത്യഭാമ അന്തരിച്ചു. വിട പറഞ്ഞത് മോഹിനിയാട്ടത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ കലാകാരി. സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിദ്യാർത്ഥികളുടെ പഠന നിലവാരമാണ് പ്രധാനമെന്നും കാനം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ സ്കൂൾ തൃശൂരിൽ ആരംഭിക്കുന്നു. ഫുട്ബോൾ വികസനത്തിനായി നടപടി സ്വീകരിക്കണമെന്ന കരാർ വ്യവസ്ഥയനുസരിച്ചാണ് തീരുമാനം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തി. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് ആയിരങ്ങൾ. ഇതോടെ തൃശൂർ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.